4 പുതിയ കണ്ടുപിടുത്തങ്ങളിൽ ഒന്നാമത്തേത് ഓൾ ഇൻ വൺ ക്യാപ്സൂൾ ഫോർ ഡിഫറൻറ്റ് മെഡിക്കേഷൻ എന്നുള്ളതാണ്. ഡോക്ടർമാരുടെ നിർദ്ദേശപ്രകാരം ദിവസേനയുള്ള മരുന്നുകളുടെ ഷെഡ്യൂളും അതിൻ്റെ കൃത്യമായ ഡോസും വ്യത്യസ്ത സമയങ്ങളിൽ കഴിക്കേണ്ടതുമായ മരുന്നുകൾ നാം മറന്നുപോകുന്നത് മിക്ക ആളുകളുടെയും ഒരു പ്രശ്നമാണ്. അതിനൊരു പരിഹാരമായാണ് സാൻ ഡിഗോയിലെ കാലിഫോർണിയ സർവകലാശാലയിലെ ഗവേഷകർ എത്തിയിരിക്കുന്നത്. നിങ്ങളൊരു ദിവസം ഒരു ഗുളിക കഴിക്കണം. അതിൽ വ്യത്യസ്ത മരുന്നുകൾ അടങ്ങിയിരിക്കുന്നു. ഗവേഷകർ വികസിപ്പിച്ചെടുത്ത ഈ ക്യാപ്സൂൾ വിവിധ മരുന്നുകൾ ഉപയോഗിച്ച് പാക്ക് ചെയ്തിട്ടുള്ളതാണ്. ദിവസം മുഴുവൻ നിശ്ചിത സമയങ്ങളിൽ ഇത് മരുന്ന് പുറത്തുവിടും. ഈ ക്യാപ്സൂളുകൾ ഒന്നിലധികം മരുന്നുകൾ അടങ്ങിയിരിക്കുന്നു. അവ വ്യത്യസ്ത കമ്പാർട്ട്മെൻറ്റുകളാൽ വേർതിരിച്ചിരിക്കുന്നു. കൂടാതെ ഓരോ കമ്പാർട്ട്മെൻറ്റും മുൻകൂട്ടി നിശ്ചയിച്ച സമയത്ത് മരുന്ന് പുറന്തള്ളുന്നു. FDA അംഗീകരിച്ച വസ്തുക്കൾ കൊണ്ടാണ് ഈ ക്യാപ്സൂളുകൾ നിർമ്മിച്ചിരിക്കുന്നത്. പുറംചട്ട സെല്ലുലോയിഡിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. അതേസമയം മരുന്നുകൾ വേർതിരിക്കുന്ന തടസ്സങ്ങൾ ലാക്ടോസ്, മാൾട്ടോസ്, മാട്രിക്സ് എന്നിവ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്നു. മാറ്റർ ജേർണലിലാണ് ഈ പഠനം പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. രണ്ടാമത്തെ പരീക്ഷണം സയൻറ്റിസ്റ്റ് ക്രിയേറ്റ് ഫംഗി ടൈൽസ് ടു കൂൾ ബിൽഡിങ്സ് എന്നുള്ളതാണ്. വേനൽക്കാലത്ത് ചൂട് കൂടുന്നതിനാൽ നമ്മുടെ കെട്ടിടങ്ങളെ തണുപ്പിക്കുന്നതിന് എയർ കണ്ടീഷണർ പോലുള്ള ഇലക്ട്രിക് ഉപകരണങ്ങളുടെ ഉപയോഗവും ഇന്ന് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് ആഗോളതാപനം വർദ്ധിപ്പിക്കുന്നതിന് കാരണമാകുന്നു. അതിനാൽ സുസ്ഥിരവും നൂതനവുമായ സാങ്കേതികവിദ്യകൾ വികസിപ്പിച്ചെടുക്കുക എന്നതാണ് അവശേഷിക്കുന്ന ഏക പരിഹാരം. ഈ പ്രശ്നത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് സിംഗപ്പൂരിലെ നന്യാങ് ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റിയിലെ ഗവേഷകർ ആനയുടെ ചർമ്മത്തിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ട് ഫംഗസ് ടൈലുകൾ വികസിപ്പിച്ചെടുത്തു. അവർ നടത്തിയ പരീക്ഷണങ്ങളിൽ ഊർജം ഉപയോഗിക്കാതെ തന്നെ കെട്ടിടങ്ങളിലെ ചൂട് കുറയ്ക്കാൻ ഈ ടൈലുകൾക്ക് സാധിക്കുന്നു എന്നതാണ്. മൈസീലിയം എന്ന ഫംഗസിൻ്റെ റൂട്ട് ശൃംഖലയും ജൈവമാലിന്യങ്ങളും സംയോജിപ്പിച്ച് ഒരു പുതിയ മെറ്റീരിയലിൽ നിന്നാണ് ഈ വാൾ ടൈലുകൾ നിർമ്മിച്ചിരിക്കുന്നത്. മാത്രമല്ല, ഈർപ്പമുള്ള കാലാവസ്ഥയിൽ ടൈലുകൾ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നു. ഉഷ്ണമേഖലാ കാലാവസ്ഥയ്ക്ക് ഇവയെ കൂടുതൽ അനുയോജ്യമാക്കുന്നു. എനർജി ആൻഡ് ബിൽഡിങ്സിൽ ഈ പഠനം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. മൂന്നാമത്തെ പരീക്ഷണം റിസർച്ചേഴ്സ് ഡെവലപ്പ് എ സ്ട്രാൻഡ് ഓഫ് ഹെയർ ലൈക്ക് ഡിവൈസ് ടു മോണിറ്റർ ബ്രെയിൻ ആക്ടിവിറ്റി എന്നുള്ളതാണ്. തലച്ചോറിൻ്റെ പ്രവർത്തനം നിരീക്ഷിക്കാൻ പെൻസിൽവാനിയ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയിലെ ഗവേഷകർ ഒരു ചെറിയ നിരീക്ഷണ ഉപകരണം വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. അത് മുടിയുടെ ഒരു ഇഴയായി കാണപ്പെടുന്നു. രോമം പോലെയുള്ള ഈ ഉപകരണത്തിൽ ഭാരം കുറഞ്ഞതും വഴക്കമുള്ളതുമായ ഇലക്ട്രോഡ് അടങ്ങിയിരിക്കുന്നു. അത് തലയോട്ടിയിൽ നേരിട്ട് ഘടിപ്പിച്ച് തലച്ചോറിലെ സിഗ്നലിൻ്റെ സ്ഥിരവും ഉയർന്ന നിലവാരമുള്ളതുമായ റെക്കോർഡിംഗ് ചെയ്യുന്നു. മാത്രമല്ല, തലയോട്ടിയിൽ ഘടിപ്പിച്ചിരിക്കുന്ന ഈ ഉപകരണം ഉപയോഗിച്ച് ഒരാൾക്ക് എളുപ്പത്തിൽ ചുറ്റിക്കറങ്ങുകയോ മറ്റു ജോലികൾ പൂർത്തിയാക്കുകയോ ചെയ്യാം. ഗവേഷകർ പറയുന്നതനുസരിച്ച് പുതിയ ഇലക്ട്രോഡുകൾക്ക് 24 മണിക്കൂറിലധികം സ്ഥിരമായ പ്രകടനം നിലനിർത്താൻ കഴിയും. കൂടാതെ ഈ സാങ്കേതികവിദ്യ ഉപഭോക്തൃ ആരോഗ്യം, വെൽനസ് ഉൽപ്പന്നങ്ങൾ, ക്ലിനിക്കൽ ഹെൽത്ത് കെയർ ആപ്ലിക്കേഷനുകൾ എന്നിവയിൽ ഉപയോഗിക്കുന്നതിനുള്ള വാഗ്ദാനങ്ങളും നൽകുന്നു. NPJ ബയോമെഡിക്കൽ ഇന്നൊവേഷൻ ജേർണലിൽ ഈ പഠനം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. റിസർച്ചേഴ്സ് ഡെവലപ്പ് എനർജി എഫിഷ്യൻറ്റ് ഇൻ്റലിജൻറ്റ് മോട്ടർ എന്നതാണ് നാലാമത്തെ കണ്ടുപിടുത്തം. നോട്ടിംഗ്ഹാം സർവകലാശാലയിലെ ഗവേഷകരായ തിങ്കിങ് പോഡ് കഠിനമായ അന്തരീക്ഷത്തിലെ വ്യാവസായിക പ്രക്രിയകൾക്കായി പ്രത്യേകം നിർമ്മിച്ച ബുദ്ധിപരവും ഊർജ്ജക്ഷമതയുള്ളതുമായ ഒരു മോട്ടോർ വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. മാറുന്ന ജോലിഭാരത്തിനനുസരിച്ച് സ്മാർട്ട് മോട്ടറിന് അതിൻ്റെ വേഗത ക്രമീകരിക്കാൻ കഴിയും. ഊർജ ഉപയോഗം, കാർബൺ ഡയോക്സൈഡ് എമിഷൻ എന്നിവ കുറയ്ക്കുകയും ചെയ്യുന്നു. ഗവേഷകരുടെ അഭിപ്രായത്തിൽ ഭക്ഷണപാനീയ സംസ്കരണം പോലുള്ള വ്യാവസായിക സാഹചര്യങ്ങളിൽ പമ്പുകളും ഫാനുകളും ഇത് സ്വയം പ്രവർത്തിപ്പിക്കും എന്നതാണ്. ഊർജ ഉൽപ്പാദനം, ജലശുദ്ധീകരണം, ഔഷധ നിർമ്മാണം തുടങ്ങിയ ഇതിൻ്റെ മറ്റ് ചില പ്രത്യേകതകളാണ്.